ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ, അതായത് ഓൺ വോയിസിൽ ഇങ്ങനെ ഇരുന്ന് ഒരു കഥ പറയുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്തൊരു പോസ്റ്റ് ഇട്ടിരുന്നു, പ്രഗ്നൻസി റിലേറ്റഡ് ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 4 months എങ്കിലും ആയി കാണണം മിനിമം. പശു ചത്തു മോരിലെ പുളിയും തീർന്നു എന്ന് പറഞ്ഞ പോലെ പ്രഗ്നൻസിയും കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞ് കൊച്ചിനിപ്പോൾ 6 മാസമാവാറേ. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ടൈം കിട്ടണേ. അപ്പം ഒരു കാര്യം, ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ ബി ഡൂയിങ് ദിസ് വീഡിയോ ഇൻ മിക്സ്ഡ് ഫോർമാറ്റ്. ആസ് ഇൻ ഒരു മംഗ്ലീഷിലാണ് ഞാനിത് പറയാൻ പോണേ. മെയിൻലി ബിക്കോസ് ഓഫ് 2 reasons. First one, almost 90%, 95% of the people who follow our channel knows English. And second, most of the people who posted questions do not follow Malayalam. As in എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവർ, പിന്നെ ബാംഗ്ലൂരുള്ള കുറച്ച് പേര്, അങ്ങനെയുള്ളവരൊക്കെയാണ് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തത്. സോ ടു റെസ്പെക്ട് ദാറ്റ് as well, ഞാനൊരു മിക്സ്ഡ് ഓഫ് ഇംഗ്ലീഷ് മലയാളത്തിനായിരിക്കും ഈ വീഡിയോ ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യൻസും അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് വന്നേക്കണേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും. പിന്നെ ഈ വീഡിയോ ആക്ച്വലി ഞാനൊരു 3 part വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വിൽ ബി പ്രഗ്നൻസി പ്ലാനിങ്, ആ ഒരു ഏരിയ കവർ ചെയ്യും ഫസ്റ്റ് വീഡിയോയിൽ. സെക്കൻഡ്, പ്രഗ്നൻസി ജേർണി. ആൻഡ് തേർഡ്, പ്രഗ്നൻസിയുടെ ഡെലിവറി. ഇത് മൂന്നുമായിരിക്കും 3 part ഓഫ് ദിസ് വീഡിയോ. പിന്നെ തുടക്കത്തിൽ ഡിസ്ക്ലെയിമർ പറയട്ടെ, ഇത് ഒരു എല്ലാവർക്കും ഒരു അഡ്വൈസോ ഗൈഡ് ലൈനോ അങ്ങനെ ഒന്നുമല്ല. ഒരു മിലേനിയൽ പാരന്റ് അല്ലെങ്കിൽ ഒരു മിലേനിയൽ കിഡ് 90s കിഡ് എന്ന് പറയാലോ. 90s കിഡ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ആൻഡ് ഐ ബി മോസ്റ്റ് ഹാപ്പി ഇഫ് അത് ഒരാൾക്കെങ്കിലും ഒരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇതൊരു അഡ്വൈസ് അല്ല, ഞാനൊരു ഡോക്ടർ അല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണം, എല്ലാവരും അത് ഫോളോ ചെയ്താൽ അവർക്ക് റിസൾട്ട് കിട്ടും, അങ്ങനെ ഒന്നും എനിക്ക് അവകാശപ്പെടാനില്ല. അത് ആദ്യമേ ഞാൻ പറയട്ടെ. ഇനി ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തോട്ടെ. ക്വസ്റ്റ്യൻസ് ആക്ച്വലി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രീ പ്രഗ്നൻസി, പ്രഗ്നൻസി, ഡെലിവറി എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, കിട്ടി. അപ്പം ഞാനിതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ അല്ല ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ് വിൽ ബി അഡ്രസ്ഡ് ത്രൂ കോഴ്സ് ഓഫ് ദിസ് വീഡിയോ. So as I speak about my journey, most of the questions, if not all, will be answered. Let me be very clear about that. So okay, we have been married for almost 4 years now. So first and foremost, kalyanam kazhinjappo thanne, since it was a love marriage, I have heard a lot of people say ഞങ്ങള് 10ാം മാസം കൊച്ചിനെ പ്രസവിക്കും ഇവിടുന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നതെന്ന്. വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഒരു ക്ലീഷേ പോലെയാണ്. ലവ് മാരേജ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൊച്ചുണ്ടാവുന്നു, അങ്ങനെയൊന്നും അല്ല ഗൈസ്. ഒരു കൊച്ചിന് പിന്നെ ചിലവർ അയ്യോ അബദ്ധം പറ്റിയായിപ്പോയതാ. ആൻഡ് ഐ വിൽ ബി വെരി ഓണസ്റ്റ്, ഐ ഡു നോട്ട് believe that pregnancy or getting pregnant can happen by mistake. It might, but I do not believe that, because it is kind of in our own hands എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേണ്ടാന്ന് വെക്കാൻ പറ്റേണ്ടതാണെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, അത് ശരിയാവാം, തെറ്റാവാം. സോ one thing that we decided was, എടുത്ത് ചാടി will not be having a baby. നമ്മൾ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് എയിംസ് ഉണ്ടായിരുന്നു. വി വോണ്ട് ടു ട്രാവൽ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ വി വോണ്ട് ടു ബി ഫിനാൻഷ്യലി at a point where we are independent so much so that ഒരു കൊച്ചിനെ നമുക്ക് വളർത്താനുള്ളൊരു ആ ഒരു ഭാരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ എത്തണം. ആൻഡ് വി നീഡഡ് എ കാർ, അതൊരു മസ്റ്റ് ഹാവ് ആയിരുന്നു. പിന്നെ കുറച്ച് അങ്ങ് പോയപ്പം
വി തോട്ട് ദാറ്റ് വിൽ ഹാവ് എ ഹൗസ് ഓൾസോ ഫോർ ആർ, എന്നിട്ടൊരു ബേബി എന്നുള്ളൊരു ചിന്ത പോയി. അപ്പം കുറെ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് എല്ലാരെയും പോലെ ഞങ്ങളും കേട്ടിരുന്നു ഒരു 1.5 years ആയപ്പോഴത്തേക്കും എന്തായി, ആവുന്നില്ലേ, കൊച്ചാവുന്നില്ലേ, aren't you guys pregnant, is there an issue, do you want us to give you a contact of a doctor? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഞങ്ങളും ഫേസ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊരു കട്ടൻ ബോൾഡ് ആൻസർ ഉണ്ടായിരുന്നു, ഞങ്ങൾ നോക്കുന്നില്ല. അതായിരുന്നു ഫസ്റ്റ്. പിന്നെ ഉള്ളൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുത്തു തുടങ്ങി, നമ്മൾ നോക്കാം എന്താ അങ്ങനെയൊക്കെ, അയ്യോ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അയ്യോ സാരില്ല എന്ന് പറഞ്ഞു പോകും. പിന്നെ അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കാം. പിന്നെ ഉള്ള ചിലരുടെ നമ്മൾ പറയുന്നത് നമുക്ക് അതിനുള്ള മെച്യൂരിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഞങ്ങൾ ഇപ്പോഴും പിള്ളേരാന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തിരുന്നത്. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ. ഇത്ര നാള് ആർക്കും ആൾക്കാരുടെ ഇതെങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്തു, എങ്ങനെ നിങ്ങളത് ടാക്കിൾ ചെയ്തു എന്നുള്ളത്. ഓക്കെ, പിന്നെ അറൗണ്ട് ഒരു 2 years കഴിഞ്ഞപ്പം 2.5 years ആ ഒരു ടൈം ആയപ്പോൾ വി ഡിസൈഡഡ് ദാറ്റ് ഓക്കെ വിൽ ട്രൈ എന്നുള്ള രീതിയിൽ. അപ്പം വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് അഗെയിൻ എനിക്ക് കോവിഡ് വന്നത് ഫസ്റ്റ് വേവിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് വേവിലും ഉണ്ടായിരുന്നില്ല, തേർഡ് വേവിൻ്റെ ടൈമിലായിരുന്നു എനിക്ക് കോവിഡ് വന്നത്. So I had this post-COVID lung infection and I was on steroids for almost 4-5 months. Continuous steroids use ചെയ്യണമായിരുന്നു, മറ്റേ പഫ്. And the doctor was like, this is not a good time to have a baby when you are on constant use of steroids. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാനിനെ അവിടെ പോസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് തിങ്ക് ചെയ്യാൻ നമ്മൾ തോന്നുന്നു, ഓക്കെ എന്നാൽ എന്തായാലും ഇതൊരു ബ്രേക്ക് എടുത്തേക്കുന്ന സ്ഥിതിക്ക്, ഐ മീൻ ബ്രേക്ക് എടുക്കല്ല, വി ഹവ് നോട്ട് സ്റ്റാർട്ടഡ്, സോ ഐ ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ എ ഹൗസ്. സോ അങ്ങനെ ഞങ്ങളൊരു ഹൗസ് പർച്ചേസ് ഇൻ ദ സെൻസ് പൊസഷൻ 2028 ഞങ്ങളൊരു ഹൗസ് ബുക്ക് ചെയ്തു ബാംഗ്ലൂർ തന്നെ. ആൻഡ് ദെൻ ടൈം വെന്റ് ബൈ ആൻഡ് നെക്സ്റ്റ് തിങ് വാസ് ഒരു മിനിമം വെയിറ്റ് വേണമായിരുന്നു കൺസ്യൂം ചെയ്യാൻ വേണ്ടി, ഐ മീൻ ഒരു ബേബിക്ക് ഇതിന് വേണ്ടിയിട്ട്. അന്ന് ദാറ്റ് വാസ് ഐ തിങ്ക് 45 kg ഇഫ് ഐ എം നോട്ട് റോങ്, എനിക്ക് ഉറപ്പില്ല, 45 ആണ് തോന്നുന്നു ഒരു മിനിമം വെയിറ്റ് ഒരു വുമണിന് വേണ്ടത്. ആൻഡ് ഐ വാസ് 36 kg at that time, which was not at all an ideal way to have a baby. അപ്പം നമ്മൾ പിന്നെ അതും പുഷ് ചെയ്യാൻ തുടങ്ങി, എന്നാൽ പിന്നെ ഇച്ചിരി വെയിറ്റ് കൂടട്ടെ എന്നുള്ള രീതിയിലൊക്കെ. ആൻഡ് വി റിയലൈസ് ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എനി ടൈം സൂൺ. ഞാൻ വെയിറ്റ് കൂടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സാധാരണ ആൾക്കാർ ഇപ്പം നമ്മൾ കണ്ടുവരുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും പീപ്പിൾ വിൽ ട്രൈ ടു ഹാവ് എ ബേബി, എന്നിട്ട് അത് നടക്കുന്നില്ല എന്ന് കാണുമ്പം യു വിൽ ഗോ ടു സീ എ ഡോക്ടർ, പിന്നെ ABCD പ്രൊസീജിയേഴ്സ് അങ്ങനെ അങ്ങ് പോകും. സോ വാട്ട് വി ഡിസൈഡഡ് ഇസ് ദാറ്റ്, ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോടും ഞാൻ ഇത് തന്നെയാണ് പറയാറ്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഇതിനെപ്പറ്റി, എങ്ങനെയാണ് നീ അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവരോട് ഞാൻ പറയുന്ന കാര്യമാണ്, വെൻ യു ഡിസൈഡ് ടു ഹാവ് എ ബേബി ഗോ സീ എ ഗൈനക്. ആദ്യം തന്നെ പോയി കാണുക, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടു കൂടെ മുമ്പോട്ട് പോകാം. ഇത് ആയില്ല എന്നൊക്കെ അടുത്ത മാസം കൂടി നോക്കാം, അങ്ങനെ കുറച്ച് നീണ്ടുപോകും. പിന്നെ ആയിരിക്കും നമ്മൾ ഡോക്ടറിനെ കാണാം, അപ്പം എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ നീണ്ടുപോകും. അപ്പം നമ്മൾ ഫുൾ കോൺഫിഡൻസോടെ ഓക്കെ വി ആർ ട്രൈങ് ടു ഹാവ് എ ബേബി എന്നുള്ള ഡിസിഷൻ രണ്ടുപേരും കൂടെ മ്യൂച്വലി എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം. പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്ത് അതായത് നമ്മൾ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മന്ത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഏത് ഡോക്ടറിനോട് ചോദിച്ചാലും അവരത് നിർബന്ധമായിട്ട് ഇപ്പോൾ വേണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. യു ഷുഡ് സ്റ്റാർട്ട് ഹാവിങ് ഫോളിക് ടാബ്ലറ്റ്സ് 3 months before you start to consume a baby. Okay. So ഞാൻ പറഞ്ഞ പോലെ we went to see a gynec, routine checkup and a few blood tests and all those things. It was all normal and the full body checkup. Again, before going to the gynec, I did that. ആ ഒരു റിപ്പോർട്ടും കൊണ്ടാണ് ഞാൻ പോയത്. And it was fine, everything was fine. The only thing that I had a concern is regarding my weight. I was just 36 kgs. So ഇതൊരു
എന്താ ഒരു പ്രൊമോഷൻ ഒന്നും അല്ല, ആ ഡോക്ടർക്ക് ഋതുപർണ ക്ലിനിക് എന്ന് പറഞ്ഞൊരു ക്ലിനിക് ഉണ്ട് ബാംഗ്ലൂർ, അവിടെയാണ് ഞാൻ പോയത്. And the doctor was immensely supportive. She was like, okay, 36 is a low weight, your BMI is low, underweight ആണ്, but the thing is that you can gain weight through course of your pregnancy. You can gain 14-15 kgs, that is fine. So ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഡു നോട്ട് പോസ്റ്റ് യുവർ പ്ലാൻ വർ. പിന്നെ പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്തിട്ട് ദ തിങ് ദാറ്റ് ഷീ സെഡ് വാസ് ഐ ഹാഡ് ട്രൈലാമിനർ പാറ്റേൺസ് ഇൻ മൈ യൂട്രസ്. സോ അത് വാക്ക് കേൾക്കുമ്പോൾ പേടിയാവും, പക്ഷെ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള സംഭവമൊന്നുമല്ല. അത് ഡോക്ടർ ഇൻ ഹെർ ഓൺ വേർഡ്സ് കുറച്ചൊരു നല്ലൊരു രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ചെടി നടാൻ വേണ്ടി വിത്ത് വിതയ്ക്കുകയാണെന്ന് വിചാരിച്ചു. സോ ബിഫോർ പ്ലാന്റിങ് you will make the soil fertile, right? And if there is grass on the soil, ആ മണ്ണിൽ അവിടെ ഇവിടെയൊക്കെ പുല്ലുണ്ടെങ്കിൽ ഈ വിത്ത് വന്ന് വീഴുന്നത് ആ പുല്ലിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു ഗ്രോ റൂട്ട്, അല്ലേ? അതുപോലെയാണ് യൂട്രസിൻ്റെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ബമ്പി ആയിട്ട് ഇങ്ങനെയുണ്ട്. അപ്പം ആ ഒരു അറ്റാച്ച് ഈ കൺസെപ്ഷൻ നടന്നു കഴിയുമ്പം ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ബേസിക് ബയോളജി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് പോയി യൂട്രസ് വോളിൽ അറ്റാച്ച് ചെയ്യുന്നത് ഈ ബമ്പി ആയിട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ അത് അറ്റാച്ച് ആയിട്ടിരിക്കാൻ ദർ ക്യാൻ ബി എ സ്മോൾ ഡിഫിക്കൽട്ടി, അത്രയേ ഉള്ളൂ. അതൊരു പ്രഗ്നൻസി ആവാതിരിക്കാൻ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള ഒരു ഫാക്ടറൊന്നും അല്ല, ബട്ട് പ്രോസസ് അത്ര സ്മൂത്ത് ആയിരിക്കാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. ആൻഡ് ഷീ ഗേവ് us 4 months. സോ 4 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്യുക. എന്നിട്ടും പ്രഗ്നന്റ് ആയില്ല എങ്കിൽ കം ആൻഡ് മീറ്റ് മീ, ദെൻ വിൽ തിങ്ക് അബൌട്ട് സംതിങ്. ഇതായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു ഇത്. പൊളേട്ടൻ ഭയങ്കര ചിൽ മനുഷ്യനാണ്. പൊളേട്ടാവുന്നൊരു വിഷയമായിരുന്നില്ല. എനിക്ക് എപ്പോൾ തുടങ്ങി ട്രൈലാമിനർ പാറ്റേൺ, പിന്നെ ഗൂഗിളായി, യൂട്യൂബായി, കിരണിനെ വിളിക്കലായി. കിരണിനെ പറ്റി അറിയായിരിക്കും ഇപ്പം തന്നെ എല്ലാവർക്കും. ഞങ്ങളുടെ മൈസൂർ വ്ളോഗുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാധ്യതയാണ്. കിരണിനെ വിളിച്ച് കിരൺ ട്രൈലാമിനർ പാറ്റേൺ എന്താണ്, അതാണ് ഇതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ റിസർച്ച് ആയി, അത് നമുക്ക് സെൽഫായിട്ട് കളയാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും രക്ഷയില്ലാന്ന് മനസ്സിലായി. സോ ആ ഒരു സമയത്ത് നമ്മളെന്നാ വിചാരിച്ചു നോക്കി. പിന്നെ അതൊരു കാര്യം, എവറിബഡി ഷുഡ് ബി വെരി adamant about it. You should be in a very good space physically and mentally before you decide to consume a baby. അപ്പം keep all negativities aside. You can pause them for around 12-13 months. പിന്നെ അതൊക്കെ തലയിൽ കയറ്റിക്കോ. അപ്പോൾ ആൾക്കാർ പറയും ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട്, അപ്പോൾ തലയിൽ കയറ്റരുത്. എനിവേസ് യു ഷുഡ് ബി ഇൻ എ ഗുഡ് പ്ലേസ് മെന്റലി. ഒന്നും സ്ട്രെസ് ഒന്നും മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് വി ഓൾസോ ഡിസൈഡഡ് കി വിൽ കീപ് ഓൾ ദീസ് തിങ്സ് അസൈഡ് ആൻഡ് വിൽ സ്റ്റാർട്ട്. അങ്ങനെ ഡിസൈഡ് ചെയ്തു. ഫസ്റ്റ് മന്ത് ട്രൈ ചെയ്തു, പ്രഗ്നൻ്റ് ആയില്ല. സെക്കൻഡ് മന്ത് ട്രൈ ചെയ്തു, പ്രഗ്നൻ്റ് ആയില്ല. അപ്പോൾ തേർഡ് മന്ത് വാസ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാര്യം, ഈ എഗ്, നമ്മുടെ എഗ് എന്ന് പറയുന്ന സാധനം ഫെർട്ടിലൈസ് ആവണമെങ്കിൽ ദർ ഇസ് എ വിൻഡോ. അത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു പെണ്ണിൻ്റെ ആ ഒരു വിൻഡോ ആയിരിക്കണം, വേറൊരു പെണ്ണിൻ്റെ ആ ഒരു വിൻഡോ. ടൈം ശരിയാണ്, അപ് ടു 72 hours എന്തോ ആണ് ആ എഗ്ഗ് ഫെർട്ടിലൈസ് ആവുള്ളൂ. ബട്ട് നമ്മുടെ ഓവുലേഷൻ സൈക്കിൾ അനുസരിച്ച് അത് ഡിഫർ ചെയ്യും. ചിലരുടെ ഇപ്പം 28, എനിക്ക് കറക്റ്റ് 28 ഡേ സൈക്കിളാണ്. ഞാൻ പീരിയഡ്സ് ആയത് എൻ്റെ 7th സ്റ്റാൻഡേർഡിൽ വെച്ചാണ്. അപ്പം തുടങ്ങി എൻ്റെ ലാസ്റ്റ് LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ് April 19th ആയിരുന്നു. അന്ന് വരെ 2 തവണ എനിക്ക് പീരിയഡ്സ് ഡേറ്റ് തെറ്റിയിട്ടുള്ളൂ. ഒരു മാസത്തിൽ 2 തവണ വരികയും ചെയ്തു. കീപ്പിംഗ് ദാറ്റ് എസൈഡ്, കറക്റ്റ് 28-29 ഡേ സൈക്കിളാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഓവുലേഷൻ ഡേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരുന്നു. 12, 13, 14, 15, 16 ആ ഒരു ഗ്യാപ്പ് ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. ബട്ട് ഡോക്ടർ അന്ന് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ഒരു വിൻഡോ പറഞ്ഞിരുന്നു. അപ്പം അക്കോർഡിംഗ് ടു ദാറ്റ് എൻ്റെ 12th ഡേ ഈവനിങ് തുടങ്ങി 14th ഡേ മോർണിംഗ്, ഇഫ് ഐ എം നോട്ട് റോങ്, ആ ഒരു സൈക്കിൾ, ദാറ്റ് ഈസ് എ വിൻഡോ ദാറ്റ് ദ ഡോക്ടർ ഗേവ് us. So she was like, do not force yourself to make a baby. Go out, have dinner, maybe watch a movie. അങ്ങനെ be in a good mental state, because
കൊച്ചിന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിങ്ങനെ സ്ട്രെസ്സായിട്ടൊന്നും ചെയ്ത ഒരു പക്ഷെ നടക്കണം എന്നില്ല. സോ യു ഹാവ് ടു ബി ഇൻ എ വെരി പീസ്ഫുൾ ആൻഡ് ഹാപ്പി മെന്റൽ സ്റ്റേറ്റ്. ആൻഡ് ഷി വാസ് വെരി ലൈക്ക് അഡമന്റ് ഓൺ ദാറ്റ്. ആൻഡ് ഞങ്ങളും അത്ര വലിയ ഇത് കൊടുത്തില്ല. മീ ബീങ് മീ, ഞാൻ ഫ്രീക്ക് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് നോ, എനിക്കും ഓക്കെ ആയിരുന്നു. ബിക്കോസ് വി വർ ലൈക്ക് വി ഹാവ് ടൈം. ഇപ്പം 30, 31, 32, 33 ഒന്നും ഒരു ഏജ് അല്ലല്ലോ. എല്ലാവരും ആ ഒരു സമയത്ത്, എൻ്റെ ഫ്രണ്ട്സ് പകുതി പേര് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫോമോയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള, അല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഇല്ല, എനിക്ക് 2 ഗേൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുള്ളത്. 2 പേരും ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. 3 പേര്. 3 പേര് കല്യാണം കഴിച്ചിട്ടില്ല. സോ ഇപ്പോഴും ഞാൻ അവർക്ക് പോലും ഒരു അങ്ങനെയായിരുന്നു. എനിക്കൊരു ഫോമോയും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തു. ഫസ്റ്റ് മന്ത് ആയില്ല, സെക്കൻഡ് മന്തും ആയില്ല. തേർഡ് മന്ത് എന്ന് പറയുന്നത് ഏപ്രിലായിരുന്നു. അതൊരു ക്ലോസ് കോളായിരുന്നു ഞങ്ങൾക്ക്. ബിക്കോസ് അനുവിൻ്റെ കല്യാണം നമുക്ക് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ടൈം. അപ്പം ഒരു സിമ്പിൾ മാത്ത് ആണല്ലോ. ഏപ്രിലിൽ നമ്മൾ പ്രഗ്നന്റ് ആയാൽ ജാനുവരി, ആ ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരിയുടെ ആ ഒരു സമയത്തായിരിക്കണം ഡെലിവറി എന്നുള്ളത്. നമ്മൾ ആ 40 വീക്സ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കൊരു ഡിസിഷൻ ആയിരുന്നു. ലൈക്ക് ഇരുന്ന് എന്ത് വേണം എന്നുള്ളൊരു സംഭവം. ബിക്കോസ് കഴിഞ്ഞ 2 മാസം ആയില്ല, ഇനി 2 മാസമാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നോക്കാൻ. 4 മന്ത്സ് നോക്കിയിട്ടായില്ലെങ്കിൽ കം ആൻഡ് മീറ്റ് മീ. അപ്പോൾ ഒരു മന്ത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നത്തെ നെക്സ്റ്റ് മന്ത് ട്രൈ ചെയ്യണോ, അതോ should we try this month also? And I was like, നമുക്ക് പോസ് ചെയ്യണ്ട. ബിക്കോസ് ആ 4 മാസം ഡോക്ടർ പറഞ്ഞത് അത് കോൺസിക്യൂട്ടീവ് ആയിട്ട് ആ 4 മന്ത്സ് അങ്ങ് പോട്ടെ. എന്തായാലും കഴിഞ്ഞ 2 മാസം ആയില്ല. സോ ഇറ്റ് വാസ് ഹൈലി അൺലൈക്ലി ദാറ്റ്, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, ഇറ്റ്സ് ഹൈലി അൺലൈക്ലി ദാറ്റ് ഈ ഒരു മാസം നമ്മൾ വിട്ട് കളയേണ്ട അതിൻ്റെ പേരിലൊന്നും പറഞ്ഞു. അങ്ങനെ വി ട്രൈ. ഏപ്രിൽ 19th ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ എൻ്റെ LMP. അത് കഴിഞ്ഞ് 12th ഡേയോ ആ ഒരു 12-13 അതിൻ്റെ ഇടയിൽ വി ട്രൈഡ്. ആൻഡ് എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് പോസിബിൾ ആണെന്നുള്ളത്. എൻ്റെ ഒരു 22nd ഡേ ഓഫ് മെൻസ്ട്രൽ പീരിയഡിൻ്റെ ആ ഒരു ടൈം, 22, 23 ആ ഒരു ദിവസം, പീപ്പിൾ ഹു നോ മീ പേഴ്സണലി നോൺ ആസ് I hate eggs. Like എഗിൻ്റെ സ്മെല്ല്, എഗിൻ്റെ ടേസ്റ്റ്, എഗിൻ്റെ ലുക്ക്, എഗിൻ്റെ പ്രസൻസ്, എവറിത്തിങ് അബൌട്ട് എഗ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹേറ്റ്. എനിക്ക് മുട്ട എന്ന് പറയുന്ന സാധനം കണ്ടുവിടാം ഗൈസ്. അപ്പോൾ ഒരു ദിവസം പൊട്ടനോടെ മുട്ട പൊരിക്കുമോ, ബുൾസ ഉണ്ടാക്കുമോ, ഓംലെറ്റ് ഒന്നും ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ഐ വാസ് ഇൻ മൈ ബെഡ്റൂം ആൻഡ് ആ മുട്ടയുടെ സ്മെല്ലടിച്ചപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. ഞാൻ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് ഒരു ഓംലെറ്റിൻ്റെ ഇത്ര ഉള്ളൊരു പീസ് ഞാൻ കഴിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് ഐ ഹവ് നെവർ ഡൺ ഇൻ മൈ എൻറ്റയർ ലൈഫ്. ലൈക്ക് മുട്ടയുടെ ഇത് ചെന്നാൽ ഛർദ്ദിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓക്കെ, ദിസ് വാസ് ഓൺ 21st ഡേ ഓഫ് മൈ പീരിയഡ്സ്. യെസ്, 21st ഡേ. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, എൻ്റെ ലൈഫിൽ എന്തോ മാറി. ആൻഡ് ഇമ്മീഡിയറ്റ്ലി മൈ തോട്ട് വാസ് ഐ എം പ്രഗ്നൻറ്റ്. എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ തന്നെ ഐ വാണ്ടഡ് ടു ടേക്ക് എ പ്രഗ്നൻസി ടെസ്റ്റ്. പൊളട്ടൻ വാസ് ലൈക്ക്, എന്തെന്നീ പറയണേ, ഇത്രയും ദിവസമായിട്ടുള്ളൂ, മുട്ടയുടെ മണം പെട്ടെന്ന് ദിവസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം പ്രഗ്നൻ്റ് ആണെന്നല്ല. ആൻഡ് ഐ വാസ് റെസ്റ്റ്ലെസ്. സോ പൊളട്ടനോട് പറയാതെ ഞാൻ പോയി 10 പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ചു. പ്രഗ ന്യൂസ്, പിന്നെ ഒരു ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബ്രാൻഡിൻ്റെ പേരും പറഞ്ഞുപോയി. ഒന്ന് പ്രഗ ന്യൂസ് ആയിരുന്നു, പിന്നെ ഒന്ന് സിപ്ലയുടെ മേടിച്ചു, പിന്നെ ഏതായിരുന്നു, ന്യൂ പ്രഗ്നൻസിയോ അങ്ങനെ എന്തോ സാധനം. അങ്ങനെ 3 ബ്രാൻഡിൻ്റെ ആയിട്ട് 10 പ്രഗ്നൻസി ഹോം കിറ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആൻഡ് ഐ ടെസ്റ്റഡ് ആൻഡ് ഇറ്റ് വാസ് നെഗറ്റീവ്. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സോർട്ട് ഓഫ് തിങ്. പിന്നെയാണ് ഐ വാസ് ലൈക്ക് ഓക്കെ, നമ്മൾ ഫസ്റ്റ് യൂറിൻ ഓഫ് ദ ഡേ ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം ടെസ്റ്റ് ചെയ്തപ്പം ഇറ്റ് വാസ് നോട്ട് നെഗറ്റീവ് ബട്ട് പോസിറ്റീവ് എന്നും പറയാൻ പറ്റില്ല. എന്തോ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. ലൈക്ക് ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് 22nd ഡേ. 28 ഡേ സൈക്കിളുള്ള ഞാൻ
28 മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 35 ഡേയ്സ് എങ്കിലും കഴിഞ്ഞിട്ട് വേണമല്ലോ ശരിക്കും ഐഡിയലി ടെസ്റ്റ് ചെയ്യാൻ. ആൻഡ് ഐ വാസ് ലൈക്ക് ഐ വിൽ വെയിറ്റ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ കിടന്ന് ഞെട്ടിപ്പൊടങ്ങി, അയ്യോ കല്യാണം. ബിക്കോസ് ഈ മാസം ഞാൻ പ്രഗ്നന്റ് ആവുമെന്ന് ഐ നെവർ എക്സ്പെക്റ്റഡ്. അയ്യോ കല്യാണത്തിന് കൂടാൻ പറ്റും, എന്ത് ചെയ്യണം? അമ്മയോട് ഞാൻ പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് നീ ഇപ്പം ടെസ്റ്റ് ചെയ്യണ്ട, 35 ഡേയ്സ് കഴിഞ്ഞിട്ടേന്ന്. അപ്പൊ തന്നെ ഞാൻ റീതു ചേച്ചിയെ വിളിച്ചു. റീതു ചേച്ചി ഈസ് കൈൻഡ് ഓഫ് മൈ കൂളർ വേർഷൻ ഓഫ് മൈ മദർ എന്ന് വേണമെങ്കിൽ പറയാം. റീതു ചേച്ചിയോട് താൻ എനിക്ക് എത്ര ദിവസമാണ് ടെസ്റ്റ് ചെയ്ത്? ആൻഡ് ഷീ വാസ് ലൈക്ക് ഐ ടെസ്റ്റഡ് ഓൺ ദ 35th ഡേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയുള്ളൂ, അതിന് മുന്നേ ഞാൻ നോക്കിയിട്ടില്ല. നീ നോക്കണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്കൊരു മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ ഒരു അമ്മായിയെ വിളിച്ചു. അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മായി എനിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് ദ 23rd ഡേ ഓഫ് മൈ പ്രഗ്നൻസി. 23rd ഡേയും മോർണിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്തു, ഇറ്റ് വാസ് നെഗറ്റീവ്. അപ്പൊ എൻ്റെ 10 കിറ്റിൽ 3 പോയി, ഇനി 7 അപ്പൊ ഞാൻ അമ്മായിയോട് അമ്മായി എന്നെ വിളിച്ചപ്പം ഞാൻ അമ്മായിയോട് പറഞ്ഞു, അമ്മായി എനിക്കൊരു സംശയമുണ്ട്. 2 നെഗറ്റീവ് ആയിരുന്നു, 1 പോസിറ്റീവ് എന്നും പറയാൻ പറ്റില്ല, അത് എന്തോ ഒരു ഡിസ്ക്ലറേഷൻ അങ്ങനെ. ആൻഡ് എനിക്കൊരു ഭയങ്കര സങ്കടം പോലെയാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് കല്യാണം എൻ്റെ ഉള്ളിൽ കിടന്നു, അയ്യോ കല്യാണം മിസ്സാവും. ആൻഡ് ദ മോസ്റ്റ് സപ്പോർട്ടീവ് വേർഡ്സ് ഐ ഹേർഡ് ഓൾ ത്രൂ കോഴ്സ് ഓഫ് മൈ പ്രഗ്നൻസിയിൽ ഒരെണ്ണം അതായിരുന്നു. അമ്മായിയുടെ കല്യാണം കഴിക്കാനുള്ള അവര് കല്യാണം കഴിച്ച് അവരുടെ ജീവിതം അവർ തുടങ്ങും. നീ ഇത് ഇങ്ങനെ ആണെങ്കിൽ സന്തോഷിക്കേണ്ട സമയമാണ്, നീ ഒരു സ്ട്രെസ് എടുക്കണ്ട, നീ കല്യാണവും കൂടും, നിനക്ക് കൊച്ചും വരും, നീ ഒന്നും ഒട്ടും പേടിക്കണ്ടെന്ന് അമ്മയോട് പറഞ്ഞു. അത് എനിക്കൊരു ഭയങ്കര ബൂസ്റ്റർ. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമുക്ക് നാട്ടിലൊന്ന് പോകേണ്ടി വന്നത്. പോളേട്ടൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം വി വർ ലൈക്ക് പോണോ വേണ്ടിയോ, ബിക്കോസ് കാറിനാണ് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഗൈനക്കിനെ വിളിച്ചു. ആൻഡ് ഐ ടോൾഡ് ഹർ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, so what should I do? And she was like, don't go, don't travel, if you have any doubt just don't take risk എന്നുള്ള കാര്യം. അപ്പോഴും I was like skeptical ആണ്, because 2 times negative, 1 time slightly positive. And I decided that okay, ഒരു ഹഞ്ചിന്റെ ബേസിൽ I do not want to miss this function, we'll go, we'll drive slow, we'll go. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി വന്ന് പിറ്റേ ദിവസം കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഓൺ ദ 26th ഡേ ഓഫ് മൈ പീരിയഡ്സ് വന്ന് നാട്ടിൽ 2 ദിവസം 3 ദിവസം എന്തോ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാണ്, ഒരു തേഴ്സ്ഡേ പോയിട്ട് സൺഡേ വരും, അങ്ങനെ എന്തോ ആയിരുന്നു. എനിവേസ് 27th ഡേ മോർണിംഗ്, ഏർലി മോർണിംഗ് ഞാൻ അന്ന് നാട്ടിൽ പോയി വന്നിട്ട് പോളേണ്ട എന്തൊരു നടുവേദന അങ്ങനെ എന്തോ സംതിങ്. ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ലിവിംഗ് റൂം. ഫ്ലാറ്റ് ബെഡ് ഞങ്ങൾക്ക് ഇവിടെയാണ്, ബെഡ്റൂമിൽ കുറച്ച് ബമ്പി ബെഡ് ആയതുകൊണ്ട് ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ലിവിംഗ് റൂം. ഈ ബെഡിൽ കുറച്ച് ഫേം മാട്രസ്. ഞാൻ എണീറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം മറ്റേ 2 വരെ വേണമല്ലോ, സെക്കൻഡ് ഒരു സ്ലൈറ്റ് ഡിസ്കളറേഷൻ എന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പിങ്കിഷ് ലൈൻ പോലെ ഉണ്ട്. ആൻഡ് ഓക്കെ, ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ വിച്ച് ഐ റിമെമ്പർ. Who's the first person you told that you're pregnant after your husband? Let me be very absolutely bluntly honest. My husband is not the first person I told that I'm pregnant. Okay. ഞാൻ നേരെ കിരണിനെ വിളിച്ചു. കിരൺ ഉറങ്ങുന്നതായിരുന്നു. I woke him up from his sleep and I was like, കിരൺ ബിസി ആണോ? ഓൾറെഡി ഞാൻ എണീറ്റുള്ളൂ, നീ കാര്യം പറഞ്ഞു. വാട്സാപ്പിൽ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്ലീസ് ചെക്ക്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ കിരണിന് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഒന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആണോന്നോ അല്ലയോ എനിക്ക് ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കിരണിന് അയച്ചു കൊടുത്തു. കിരൺ ഡാം ദാറ്റ്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ കിരൺ അത് പറഞ്ഞപ്പോൾ ഞാൻ കിരണിനെ വിളിച്ചു. ഞാൻ ബാത്റൂമിൽ നിന്നാണ് വിളിക്കുന്നത്. കിരണിനെ വിളിച്ചു. കിരൺ പറഞ്ഞു, എടി അത് പോസിറ്റീവ് ആണ്. ഞാൻ ഉറപ്പാണോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞു, എടി ഫോൾസ് നെഗറ്റീവ് ഈസ് ഹൈലി ലൈക്ലി ബട്ട് ഫോൾസ് പോസിറ്റീവ് അങ്ങനെ അധികം കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പം നിനക്ക് എത്ര ദിവസമായി? ഞാൻ 26. അപ്പം നീ എന്തിനാണ് 26th ഡേയിൽ നീ ടെസ്റ്റ് ചെയ്യാൻ പോണേ?
8 വീക്സ് നീ വെയിറ്റ് ചെയ്യണ്ടേ, 8 വീക്സ് നീ വെയിറ്റ് ചെയ്യാൻ നീ എന്തിനാ ഇപ്പൊ ടെസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പ്രഗ്നന്റാ. എനിക്ക് ഇപ്പോഴും എന്റെ ആൻസർ എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാ നീ 8 വീക്സ് ആവാതെ ടെസ്റ്റ് ചെയ്തത്? ഇൻ മൈ മൈൻഡ് ഐ എം പ്രഗ്നന്റ്. ഇതാണ് എന്റെ ആൻസർ. അപ്പൊ കിരൺ നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നി? എനിക്ക് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമായി ഒരു ദിവസം. And that was my answer. And that was the only thing I was basing this upon. One day എനിക്ക് എഗ്ഗിന്റെ സ്മെല്ല് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ്. പിന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രഗ്നന്റ്, ലൈക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പ്രഗ്നന്റ്. അത് എനിക്ക് അന്ന് തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു എന്നാ നമ്മൾ ട്രൈ ചെയ്തൊരു 1.5 വീക്സ് തുടങ്ങി എൻ്റെ മനസ്സിൽ ഞാൻ പ്രഗ്നന്റ്. ദാറ്റ് ഇസ് ഐ തിങ്ക് ഇപ്പം ലുക്കിംഗ് ബാക്ക് മോസ്റ്റ്ലി ബിക്കോസ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്യാണം എന്ന് കിടക്കുന്നുണ്ട്. ആ ഒരു ഇതിനകത്ത് ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമോ എന്നുള്ള ചിന്ത കൊണ്ട് എനിക്ക് ഞാൻ പ്രഗ്നന്റ് അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. അപ്പൊ ഞാൻ കിരണിനോട് അത് തന്നെ പറഞ്ഞത്, എനിക്ക് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമായി, പ്ലസ് എൻ്റെ മനസ്സിൽ ഞാൻ പ്രഗ്നന്റ്. അപ്പം കിരൺ ചിരിച്ചു. എന്ത് പൊട്ടിയാന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് കിരൺ ചിരിച്ചിട്ട് കിരൺ വന്ന് ഞാൻ കിരണോട് കിരണിന്റെ ഡോക്ടറിനെ കാണണമെന്ന് വെച്ചു. നീ ഫോളിക് ആസിഡ് കഴിക്കണുണ്ടോ? ഞാൻ 3 months പ്രയർ, അതായത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് 3rd month ആണ് ഇത്, പ്ലസ് ഒരു 3 മാസം പുറകോട്ട് കഴിഞ്ഞ 6 months ആയിട്ട് ഞാൻ ഫോളിക് ആസിഡ് ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കിരണിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അറിയേണ്ടത് β-HCG എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരുമായിരിക്കണം. എനിവേസ് നീ വെയിറ്റ് ചെയ്യും, ഹാവ് പേഷ്യൻസ്, 8 വീക്സ് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ അച്ഛനോട് പറയട്ടെ. അപ്പോൾ ഈജും പറയും അവനോട് എന്റെയും കൂടി വരുന്ന ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞു. ബിക്കോസ് ഇത് പോസിറ്റീവ് ആണടി, നീ പോസിറ്റീവ് ആയിട്ടിരിക്കും, ഇത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ കിരണിനും ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ പീരിയഡ്സ് കിരൺ പറയുന്നത് 8 വീക്സ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം. എൻ്റെ പീരിയഡ്സ് പോലും മിസ്സായിട്ടില്ല. 28th ഡേ പോലും ആയിട്ടില്ല. 26th ഡേ കഴിഞ്ഞ ആ ഒരു ആ ഒരു സമയത്താണ് ഞാൻ ടെസ്റ്റ് ചെയ്യണേ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ നേരെ ആ സാധനവും കൊണ്ടുപോയി ഉറക്കത്തിൽ കിടക്കുന്ന ഫോളോവറിനെ വിളിച്ച് നെക്സ്റ്റ് കാണിച്ചു കൊടുത്തു. നമ്മൾ ഈ സിനിമയിലൊക്കെ പ്രതീക്ഷിക്കുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, കിരൺ അത് നിന്നെ എടുത്ത് കറക്കി എവിടെ ഉറക്കത്തിൽ നിന്ന് കണ്ണൊക്കെ ഇങ്ങനെ തിരുമിട്ട് അതിട്ട് ഹായ് എന്നിട്ട് മറിച്ചിട്ട്. അതായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന റിയാക്ഷൻ പിടിച്ചിട്ടില്ല, എന്തെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ പിന്നെ നമുക്കൊരു മേജർ ഡിസിഷൻ ആയിരുന്നു, ആൾക്കാരോട് പറയണോ വേണ്ടയോ, എന്താ വേണ്ടേ. അപ്പം നമ്മൾ തീരുമാനിച്ചു ഈ ഒരു ഇതിലും ബേസിൽ പോകണ്ട, 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തിരിക്കാൻ. അപ്പൊ എൻ്റെ 6 പ്രഗ്നൻസി കിറ്റ് ബാക്കിയുണ്ട്. പിന്നത്തെ 4 ദിവസം ഞാൻ അടുപ്പിച്ച് ടെസ്റ്റ് ചെയ്തു. അതിനകത്ത് 2 ദിവസം നെഗറ്റീവ് കാണിച്ചു, പിന്നത്തെ 2 ദിവസം പോസിറ്റീവ് കാണിച്ചു. ആ അവസാനത്തെ പോസിറ്റീവ് നല്ല രീതിയിൽ വരെ വന്നു. അപ്പൊ എനിക്ക് ഓക്കെ, ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു ഇതിനകത്ത്. അപ്പോഴത്തേക്ക് എൻ്റെ 32nd ഡേ ഓഫ് ഇതായി. എൻ്റെ പീരീഡ്സ് മിസ്സായി. എൻ്റെ ലൈഫിൽ ഒരിക്കലും മിസ്സാവാത്ത പീരീഡ്സ് എനിക്ക് മിസ്സായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പൊ പിന്നെ നമുക്ക് മേജർ അടുത്ത ഡിസിഷൻ, എന്ത് ചെയ്യണം ഡെലിവറി, എപ്പോഴേ നാട്ടിലേക്ക് പോകണോ, എപ്പോൾ നാട്ടിൽ പോകണം, ഇവിടെ കണ്ടിട്ട് നാട്ടിൽ പോകണോ, ഇവിടെ ഡെലിവറി ചെയ്യണോ. ബിക്കോസ് എനിക്ക് ഒറ്റ ആൻസറേ ഉണ്ടായിരുന്നുള്ളൂ, അനുവിൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു ഇവൻറ്റിനെങ്കിലും എനിക്ക് പങ്കെടുക്കണം. ആ ഒരു ഇവൻറ്റ് എനിക്ക് സംഗീതമെങ്കിലും വരയ്ക്കണം, സംഗീതത്തിന് എനിക്ക് ഡാൻസ് കളിക്കണം. അത് എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ലൈക്ക് അവളുടെ സംഗീതം എന്താണെന്ന് മനസ്സിലായപ്പോൾ തുടങ്ങി ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് സംഗീതത്തിന് ഡാൻസ് കളിക്കണം. അപ്പം നാട്ടിൽ വെച്ചാക്കാം ഡെലിവറി, അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഡോക്ടറിനെ കാണാം, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ആസ്റ്ററിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ടെലികൺസൾട്ടേഷൻ എടുത്തു. പുള്ളിക്കാരി പ്രിസ്ക്രിപ്ഷൻ തന്നു, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനും പിന്നെ β-HCG, പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല, CBC, ഈ 4 ടെസ്റ്റാന്ന് തോന്നുന്നു. β-HCG പോസിറ്റീവ് കണ്ടു, അല്ല β-HCG റിസൾട്ട് അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. തൈറോയിഡ് 2.something ആണ്, വിച്ച് ഇസ് ഹൈ ഓൺ പ്രഗ്നൻസി. അതുകൊണ്ട് അതിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. β-HCG പിന്നെ ഞാൻ നോക്കിയെന്ന് തോന്നുന്നു, 35 days കഴിഞ്ഞ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു പുള്ളിക്കാരി. കറക്റ്റ്. അങ്ങനെ ഞങ്ങളിവിടെ ബാംഗ്ലൂർ അഗെയിൻ, പ്രൊമോഷനൊന്നുമല്ല, റെയിൻബോ ഹോസ്പിറ്റലിൽ ഡോക്ടർ ശ്വേത കമത്ത് 8th month ഓഫ് പ്രഗ്നൻസി വരെ എന്നെ പൊന്നു പോലെ നോക്കിയ എൻ്റെ ഡോക്ടറാണ്. ഡോക്ടറിനോട് എനിക്ക് ഒരു കംപ്ലയിൻസും ഇല്ല. ആൻഡ് ഐ താങ്ക് ഹർ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എൻ്റെ
അത്ര മുതൽ ഇത്ര വലിയ സംശയങ്ങൾ വരെ വളരെ പേഷ്യൻസോട് കൂടെ സ്നേഹത്തോടു കൂടെ ഇരുന്ന് കേട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അനുവിന്റെ കല്യാണം ഇല്ലായിരുന്നെങ്കിൽ ഐ കിഡ് യു നോട്ട്, എൻ്റെ ഡെലിവറി വുഡ് ഹാവ് ബീൻ ഇൻ ബാംഗ്ലൂർ ഫോർ ഷുവർ. ബിക്കോസ് ഐ ലവ് ദ ഡോക്ടർ. അത്രയും എനിക്ക് ആ ഡോക്ടർ, ആ ഫെസിലിറ്റീസ് റെയിൻബോ ഹോസ്പിറ്റലിനെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അവിടെ ഡോക്ടറിനെ ബുക്ക് ചെയ്തു. ബിക്കോസ് റെയിൻബോ ഹോസ്പിറ്റൽസ് നിയർ ബൈ ടു അസ്. പിന്നെ ഒരു ചേച്ചിയും പറഞ്ഞു നല്ലതാണ്. ഡോക്ടറിനെയും പുള്ളിക്കാരിയാണ് സജസ്റ്റ് ചെയ്തത്. ബുക്ക് ചെയ്ത് ഡോക്ടറിനെ അവിടെ ഇരിക്കുന്ന ടൈമിലാണ് എൻ്റെ β-HCGയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് കണ്ടതോടുകൂടി ഡോക്ടർ വാസ് ലൈക്ക് ഓക്കെ കൺഗ്രാറ്റുലേഷൻസ് യു ആർ പ്രഗ്നന്റ്. പിന്നെ പുള്ളിക്കാരി ഇന്റേർണലി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു. അത് ആദ്യമായിട്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നതൊരു എന്താ പറയാ, അതൊക്കെ ഭയങ്കര നമുക്കുള്ളിലൊരു വല്ലാത്തൊരു ഫീലിംഗ് കിട്ടുന്നത്. ഭയങ്കര വൃത്തികെട്ടൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഇത്രയും സന്തോഷം നമുക്ക് എങ്ങനെ എവിടെ നിന്ന് വരുന്നു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സൗണ്ടാണ്. ബട്ട് ആ സൗണ്ടിലൊരു ഭയങ്കര ലൈഫിൽ നമ്മൾ കേട്ടേക്കുന്ന ഏറ്റവും പ്ലസന്റ് മ്യൂസിക് അതാണെന്ന് നമുക്ക് തോന്നും. അന്ന് വരെ നമ്മുടെ ഡെലിവറി ഡേറ്റ് വരെ എല്ലാ മാസവും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്ലസന്റ് ആയിട്ട് ഞാൻ കേട്ട മ്യൂസിക് എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ ഉടനെ അവളുടെ കരച്ചില്ല. അതുവരെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. അതറിഞ്ഞാൽ അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു, ഫിഷ് കഴിക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. അപ്പം ഇതാണ് ഞങ്ങളുടെ പ്രഗ്നൻസി പ്ലാനിങ് തുടങ്ങി കൺസംഷൻ വരെയുള്ള ജേർണി. പിന്നെ ഞങ്ങൾ നേരെ ഒരു ബേബി ഓൺ ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനം രണ്ട് ഫാമിലിയുടെയും ഗ്രൂപ്പിലിട്ടു. ദിസ് ഇസ് അവർ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ജേർണി. ഇപ്പം തന്നെ പെണ്ണ് എണീക്കും, അപ്പം എനിക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് മിക്കവാറും പാർട്ട് 2 ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഉടനെ തന്നെ ഷൂട്ട് ചെയ്ത് ഇറക്കാൻ ഞാൻ നോക്കാം, ബിക്കോസ് ആ ഒരു ഫ്ലോ പോവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അത്രേ ഉള്ളൂ. മെയിനായിട്ട് ഇത് ഞാൻ പിന്നെയും സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഞാൻ കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഔട്ട്സൈഡ് ഫുഡ്സ് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒഴിവാക്കിയിരുന്നു. പിന്നെ ഐ ഡു നോട്ട് സ്മോക്ക്, ഐ ഡു നോട്ട് ഡ്രിങ്ക്. വൈൻ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് വൈൻ പോലും ഞാൻ കുടിക്കണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെന്താ, ഞാൻ ഹെൽത്തി ആയിരുന്നു, അങ്ങനെ അസുഖമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഡെലിബറേറ്റ്ലി സ്റ്റേയിങ് അവേ ഫ്രം people who are sick and I used to wear mask all the time. ആ ഒരു 6 months, like 3 months prior പ്ലാനിങ്ങിനും നെക്സ്റ്റ് 3 months സ്റ്റാർട്ട് ചെയ്ത് 3rd month വരെ. അപ്പോൾ ഞാനൊരു നേരത്തെ പറഞ്ഞ ഞാൻ ഡോക്ടറല്ല, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് വർക്കായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ബട്ട് ഇതിൽ നിന്ന് ഞാൻ ആസ് എ വുമൺ അഡ്വൈസ് തരാൻ എനിക്ക് അർഹത ഉണ്ടെങ്കിൽ ഞാൻ തരിക നിങ്ങൾക്കിതായിരിക്കും. ഒന്ന് ഡോക്ടറിനെ കാണാം, ട്രൈ ചെയ്തിട്ട് പിന്നെ പോവാൻ നിൽക്കരുത്. ആദ്യമേ പോയി കാണാം, ഫസ്റ്റ് ഇയർ ഡോക്ടർ, ദെൻ സ്റ്റാർട്ട് യുവർ പ്ലാനിങ് ഫോർ പ്രഗ്നൻസി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ. സെക്കൻഡ്, folic acid. If not 3 months prior, at least 1 month prior, please start having folic acid tablets. അത് ഇമ്പോർട്ടൻ്റ് ആണ്. Be mentally and physically stable, happy. Stress കുറയ്ക്കാൻ നോക്കുക. I'm sure you have a lot on your plate, everybody, but still try to limit your thoughts, negative thoughts. Be happy. Be in a very secure environment, physically, mentally. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്നു, ഫോളിക് ആസിഡ്, ഡോക്ടർ വിസിറ്റ്. അപ്പം എവ്രിബഡി ഹൂ ഇസ് പ്ലാനിങ് ടു ഹാവ് എ ബേബി, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം അത്രേ ഉള്ളൂ. പാർട്ട് 2 പ്രഗ്നൻസി ജേർണി ഉടനെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇറക്കാം. അത് കഴിഞ്ഞ് ഡെലിവറി അത്ര കഥയാണ് മോനെ. ഓക്കെ, ഉറങ്ങിയോ? നമ്മുടെ ഐറ്റം ഉറങ്ങി. അപ്പം ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.